നമസ്കാരം പ്രിയപ്പെട്ടവരെ. കളങ്കാവൽ എന്ന സിനിമയെക്കുറിച്ചും അതിലെ വില്ലനെക്കുറിച്ചും നായകനെക്കുറിച്ചുമൊക്കെ വളരെയധികം ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. മമ്മൂട്ടി എന്ന മഹാനടൻ പകർന്നാടിയ വില്ലൻ കഥാപാത്രങ്ങളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നതും അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു കഥാപാത്രമാണ് കളങ്കാവലിലെ സ്റ്റാൻലി ദാസ്. അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വേഷമാണ് ഈ സിനിമയിലെ നായകൻ, ഒരു ഇരുത്തം വന്ന പോലീസ് ഓഫീസർ നത്ത് എന്ന ജയകൃഷ്ണൻ. വിനായകൻ എന്ന നടന് ഇത്തരത്തിലും ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് നിറഞ്ഞു പ്രവർത്തിക്കുവാൻ കഴിഞ്ഞുവെന്നത് ഈ സിനിമയിലൂടെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. സിനിമ എന്തു തന്നെയും ആയിക്കോട്ടെ, ഞാനിന്ന് സംസാരിക്കുന്ന വിഷയം ഈ സിനിമയെക്കുറിച്ചല്ല കേട്ടോ. പക്ഷേ സിനിമയുമായി ഒരു ടച്ചുള്ള ഒരു മാരക വസ്തുവാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യയെ 2003, 2009 കാലഘട്ടത്തിൽ പിടിച്ചു കുലുക്കിയ ഒരു സൈക്കോപാത്ത് സീരിയൽ കില്ലറെക്കുറിച്ചുമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സയനൈഡ് എന്ന മാരക രാസവസ്തു ഒരു മിഠായി പോലെ വാങ്ങി സൂക്ഷിച്ച് നിരപരാധികളായ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ട് ജീവിതത്തിൻ്റെ വർണ്ണശബളതയിലേക്ക് എല്ലാം ഇട്ടെറിഞ്ഞ് വിശ്വസിച്ച പുരുഷൻ്റെ കൂടെ ചതിക്കപ്പെടും എന്നറിയാതെ ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം യുവതികളുടെ കഥ. അവരെ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ എല്ലാം കവർന്ന് മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു മനുഷ്യമൃഗം. അതെ, മോഹൻ, സയനൈഡ് മോഹൻ. അയാളുടെ കഥ എന്താണ്? നമുക്കതിലേക്കൊന്ന് പോവാം. 1963 ഏപ്രിൽ 6 കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ കന്യാന ഗ്രാമത്തിൽ കൂലിപ്പണിക്കാരായ മൈലപ്പ മൊഗേരയുടെയും തുക്രുവിൻ്റെയും 4 മക്കളിൽ ആൺകുട്ടിയായി ജനിച്ചു. ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ വീട് വിട്ട് ഉപേക്ഷിച്ച് പോയി. അത് കണ്ട് വളരെയധികം വേദനിച്ചിട്ടുണ്ട് ഈ മോഹൻ എന്ന ബാലൻ. അമ്മ കഷ്ടപ്പെട്ട് അയാളെ ഒരു ബിരുദധാരിയാക്കിയിട്ടുണ്ട്. അമ്മയോട് വളരെ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. ബിരുദത്തിന് ശേഷം 21ാമത്തെ വയസ്സിൽ 1984 നവംബർ ശിരാതി സർക്കാർ പ്രൈമറി സ്കൂളിൽ അയാൾ ഒരു PT ടീച്ചറായി ജോലിയിൽ പ്രവേശിച്ചു. ജോലിയിൽ കറക്റ്റായി ഒന്നും പോവാത്തതിനാൽ പലതവണ സസ്പെൻഷനൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്ന മേരിയുമായി പ്രണയത്തിലാവുകയും ചെയ്യുകയാണ്. അതും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മേരി. 1987 മേരിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. മതം ഒരു പ്രശ്നമായിരുന്നു. ആ തർക്കത്തിൽ ആ വിവാഹബന്ധം വേർപിരിയപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു. പിന്നീട് മഞ്ജുള, ശ്രീദേവി എന്ന് 2 സ്ത്രീകളെയും കൂടി അയാൾ വിവാഹം ചെയ്തു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഈ സ്ത്രീകൾക്ക് പരസ്പരം ഇവരെ അറിയില്ല കേട്ടോ. ഇവർക്ക് 2 പേർക്കും 2 മക്കളുമുണ്ട്. അത്രയ്ക്ക് മിടുക്കനും വിരുദ്ധനുമായിരുന്നു മോഹൻ. പക്ഷേ അതിലൊന്നും ഒതുങ്ങി നിന്നില്ല. കൂടുതൽ സ്ത്രീകളുമായി ബന്ധം പുലർത്തുവാനുള്ള മോഹൻ്റെ ആഗ്രഹം രത്ന എന്ന യുവതിയിലേക്ക് അയാളെ അടുപ്പിക്കുകയാണ്. അയാൾ അവിവാഹിതനാണെന്ന രീതിയിൽ രത്നയോട് പറഞ്ഞിരിക്കുന്നു. അവർ തമ്മിൽ ശാരീരികമായും മാനസികമായും വളരെ അടുത്തു. അതോടെ രത്ന തന്നെ വിവാഹം കഴിക്കണമെന്ന് മോഹനോട് നിരന്തരം ആവശ്യപ്പെടുവാൻ തുടങ്ങി. അവൾ അയാൾക്കൊരു ശല്യമായി തോന്നുകയും അവളെ വകവരുത്തി ശല്യം ഒഴിവാക്കുവാൻ അയാൾ തീരുമാനിക്കുകയും ചെയ്തു. എന്തൊരു ക്രൂരനാണല്ലേ! അവളുമായി നഗരത്തിലേക്ക് ഒരു പ്രണയ യാത്ര പോകാൻ മോഹൻ തീരുമാനിച്ചു. അങ്ങനെ അവർ യാത്രയാവുകയാണ്. എന്നാൽ യാത്രാമധ്യേ മോഹൻ രത്നയെ ഒരു നദിയിലേക്ക് തള്ളിയിട്ട് കൊല്ലുവാൻ ശ്രമിച്ചു. ദുഷ്ടൻ. എന്നാൽ രത്നയെ സമീപവാസികളായ മത്സ്യത്തൊഴിലാളികൾ രക്ഷിക്കുകയും ആശുപത്രിയിലാക്കുകയും ചെയ്തു. അവൾ പോലീസിൽ മോഹനെതിരായി മൊഴി നൽകി. അയാൾ പിടിക്കപ്പെടുകയും അതിനുശേഷം ജയിലിലാവുകയുമായി ചെയ്തു. ആ ജയിൽവാസക്കാലമാണ് മോഹൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. എന്താണെന്നല്ലേ? കേട്ടോളൂ. ജയിലിൽ മോഹൻ്റെ സഹതടവുകാരനൊരു പാവം മനുഷ്യനായിരുന്നു. അയൽവാസികളുടെയും മറ്റും ധാരാളം വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ട കേസിലാണ് അയാൾ ജയിലിലായിട്ടുള്ളത്. അതിൻ്റെ കാരണമായി അയാൾ പറഞ്ഞ കാര്യം മോഹനിൽ വളരെയധികം അത്ഭുതമുളവാക്കി. കാരണം ഒരു സ്വർണ്ണപ്പണിക്കാരനായ അയാൾ തൻ്റെ ജോലി കഴിഞ്ഞ ആഭരണങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന വെള്ളം താൻ താമസിക്കുന്നതിനടുത്തുള്ള പുരയിടത്തിലേക്ക് ഒഴിക്കുകയും അവിടെ മേയാൻ വന്നിട്ടുള്ള മൃഗങ്ങൾ ആ വെള്ളം വീണ പുല്ലും മറ്റും കഴിച്ച് ഞൊടിയിടയിൽ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അയാൾ ജയിലിലാകുവാനുള്ള കാരണം. അതിന് കാരണമായ വസ്തു സയനൈഡ് എന്ന മാരക വിഷമായിരുന്നു. മോഹനെ പിന്നീട് രത്നയുടെ കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുകയാണ്. സയനൈഡ് എന്ന വസ്തു മറ്റ് തെളിവുകൾ അവശേഷിപ്പിക്കാതെ കുറഞ്ഞ സമയം കൊണ്ട് ജീവനെടുക്കുന്നു എന്നത് മോഹനെ പല ചിന്തയിലേക്കും പിന്നീട് ഈ നീണ്ട കൊലപാതക പരമ്പരയിലേക്കും നയിച്ചു. അതിനെല്ലാം കാരണമായത് രത്നയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കേസിന് ജയിലിലകപ്പെട്ടതാണ്. ആ ജയിൽവാസമാണ് മോഹൻ എന്ന കൊടും കുറ്റവാളി, കൊടും ക്രൂരൻ, സൈക്കോപാത്ത് സീരിയൽ കില്ലർ ഈ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോഴും വിരാജിച്ചു കൊണ്ടിരുന്നത് 6 വർഷക്കാലം.
നിർധന കുടുംബത്തിലെ അവിവാഹിതകളായ യുവതികളായിരുന്നു മോഹൻ്റെ ഇരകൾ. ബലിഷ്ഠമായ ശരീരഘടനയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. പരിചയപ്പെടുന്ന യുവതികളുടെ എല്ലാ വിവരങ്ങളും അയാൾ ചോദിച്ച് മനസ്സിലാക്കും. അത്രയ്ക്കും നല്ല രീതിയിൽ സംസാരിക്കുവാനും ആകർഷകമായ രീതിയിൽ പെരുമാറുവാനും അയാൾക്കറിയാമായിരുന്നു. ഈ പരിചയപ്പെടുന്ന യുവതികളുടെ ആർത്തവം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അയാൾ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. എന്നിട്ട് ഓരോ യുവതികളോടും അവരവരുടെ അതേ ജാതിയിൽപ്പെട്ട ആളാണ് താൻ എന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യും. പരിചയം അടുപ്പത്തിലാകുന്നതോടെ വിവാഹാഭ്യർത്ഥന നടത്തും. ദൂരെയുള്ള ഏതെങ്കിലും നഗരത്തിൽ പോയി ജോലി ചെയ്ത് ജീവിക്കാം, അല്ലെങ്കിൽ തൻ്റെ ജോലി സ്ഥലത്തിനടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുകയും അങ്ങനെ വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഈ സ്ത്രീകൾ ഇയാൾ പറയുന്ന ഈ മോഹന വാഗ്ദാനങ്ങളെല്ലാം വിശ്വസിക്കുകയാണ്. അയാൾ പറയും ദൂരെയുള്ള ഏതെങ്കിലും നഗരത്തിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിലോ വെച്ച് വിവാഹിതരാകാമെന്ന്. തനിക്ക് സ്ത്രീധനമൊന്നും വേണ്ട, പക്ഷേ സാരിയും ആഭരണങ്ങളും വിലപിടിപ്പുള്ളതെല്ലാം എടുത്തോളൂ, നമുക്ക് ജീവിക്കണ്ടേ എന്ന് അയാൾ പറയുകയും ചെയ്യും. പാവപ്പെട്ട സ്ത്രീകൾ മറ്റൊന്നും ചിന്തിക്കുകയില്ല, അയാളെ അതുപോലെ വിശ്വസിക്കും. മധുരഭാഷയായ മോഹനെ എങ്ങനെ അവിശ്വസിക്കാനാവും? പാവ സ്ത്രീകൾ ഇതെല്ലാം അനുസരിച്ചുകൊണ്ട് അവരുടെ വിലപ്പെട്ടതെല്ലാം എടുത്ത്, കുടുംബത്തിൻ്റെ വിലപ്പെട്ടതും കൂടി എടുത്ത് ഈ സ്ത്രീകൾ ഒരു പുതിയ ജീവിത സ്വപ്നം കണ്ടുകൊണ്ട് ഇയാളുടെ കൂടെ ഇറങ്ങി പുറപ്പെടുകയാണ്. ഇത്തരത്തിൽ യുവതികളുമായി അയാൾ എത്താറുള്ള സ്ഥലമെന്ന് പറയുന്നത് മൈസൂരു, ബാംഗ്ലൂരു, ഹസൻ, മടിക്കേരി എന്ന് തുടങ്ങിയുള്ള ചെറു സിറ്റികളിലേക്കാണ്. എന്നിട്ട് ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെ മുറിയെടുക്കും. അവിടെ താമസിക്കുന്ന സമയം അയാൾ അവരുമായി ശാരീരികമായും മാനസികമായും വളരെ അടുത്തിടപഴകുകയും ചെയ്യും. പിറ്റേ ദിവസം വിവാഹിതയാകാൻ റെഡിയായി വരുന്ന യുവതികളോട് ആഭരണങ്ങളും പണവുമെല്ലാം നമുക്ക് ലോഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് സുരക്ഷിതം എന്ന് അയാൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഇതെല്ലാം വിശ്വസിച്ച യുവതികൾ കയ്യിലുണ്ടായിരുന്ന പണവും ആഭരണങ്ങളും എല്ലാം ബാഗിലാക്കി ലോഡ്ജിൽ തന്നെ സൂക്ഷിച്ച് അവർ പുറത്തിറങ്ങും. ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞു പോകുന്ന വഴിയിൽ പല സംഭാഷണങ്ങളും നടത്തുന്ന മധ്യേ അയാൾ നമുക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ട സമയമായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, അപ്പോൾ നമുക്കിപ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ട എന്നും അതിനാൽ നമ്മൾ ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളത് കൊണ്ട് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ പിൽസ് വാങ്ങിച്ചിട്ടുണ്ട്, അത് കഴിക്കുന്നത് നന്നായിരിക്കും. പാവപ്പെട്ട സ്ത്രീകൾ ഇയാൾ പറയുന്നതെല്ലാം വിശ്വസിച്ചുകൊണ്ട് ഇയാൾ കൊടുക്കുന്ന ഗുളികകൾ വാങ്ങിക്കും. അങ്ങനെ ഈ ഗർഭനിരോധന ഗുളികകൾ കഴിച്ചാൽ ചിലപ്പോൾ ഛർദ്ദിക്കാനോ മറ്റോ തോന്നാൻ സാധ്യതയുണ്ട് എന്നുള്ള കാരണം അയാൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ പബ്ലിക് ബസ് സ്റ്റാൻഡിലോ മറ്റോ ഉള്ള പൊതു ശൗചാലയങ്ങളിലായിരിക്കും ഇവർ ഈ ഗുളിക കഴിക്കാനായിട്ട് പോവുക. അതിനായിട്ട് അയാൾ പറഞ്ഞു കൊടുക്കുന്നതും അവിടേക്ക് പോകൂ എന്നായിരിക്കും. ഇത് വാങ്ങിച്ച് കഴിച്ചാൽ ഗർഭമെല്ലാം ഉണ്ടാവുകയില്ല, നമ്മൾക്ക് സുന്ദരമായൊരു ഹണിമൂണൊക്കെ ആഘോഷിച്ച് കുറച്ച് നാൾ ജീവിതം ആസ്വദിച്ചതിന് ശേഷം മാത്രം മതി കുഞ്ഞുങ്ങൾ എന്നുള്ള സ്വപ്നവുമൊക്കെ ആയിട്ട് ഈ പാവം യുവതികൾ വിശ്രമമുറിയിലേക്കോ അല്ലെങ്കിൽ ഈ പൊതു ശൗചാലയത്തിലേക്കോ കടക്കുന്ന തക്കം നോക്കി അല്പസമയം അവിടെ ചുറ്റിപ്പറ്റി നിന്ന ശേഷം മോഹൻ അവിടെ നിന്നും തന്ത്രത്തിൽ തങ്ങൾ താമസിച്ച ലോഡ്ജിലെത്തുകയും അവർ സൂക്ഷിച്ചു വച്ചിരുന്ന പണവും ആഭരണങ്ങളും അടങ്ങിയ ബാഗുമായി കടന്നു കളയുകയും ചെയ്യും. ഇങ്ങനെ തന്നെയായിരുന്നു അയാൾ എല്ലാ കേസുകളിലും ചെയ്തിട്ടുണ്ടായിരുന്നുള്ള ഒരു പൊതുവായ രീതി. ശുചിമുറിയിലെത്തി വിശ്വാസപൂർവ്വം ടാബ്ലറ്റ്സ് കഴിക്കുന്ന യുവതികൾ അതിദാരുണമായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മരണപ്പെടും. ആത്മഹത്യ ചെയ്യപ്പെട്ട അനാഥപ്രേതമായി മറവ് ചെയ്യപ്പെടുവാനാണ് അവരുടെ വിധി. മോഹന് ഓരോ ഇരയെ കണ്ടെത്തുവാനും വളരെ കുറഞ്ഞ കാലയളവ് മതിയായിരുന്നു. യുവതികളുടെ തിരോധാനം ഇടയ്ക്കിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇത് പോലീസിനെ അലോസരപ്പെടുത്തുന്നില്ല, കാരണം പ്രണയനൈരാശ്യവും മറ്റോ ആയി ആത്മഹത്യ ചെയ്യുന്ന ഒരു കേസായിട്ട് മാത്രമാണ് അവരതിനെ കണ്ടിട്ടുള്ളത്. അങ്ങനെയിരിക്കെ 2009 ജൂൺ 17 ബണ്ട്വൽ താലൂക്കിലെ ബാരിമാർ വില്ലേജിൽ 22 വയസ്സുള്ള അനിത മൂല്യ എന്നൊരു യുവതിയെ കാണാതാകുന്നുണ്ട്. ഈ കഥയിലെ വഴിത്തിരിവ് ഈ ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു കേസാണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഈ ഒരു സമയം, അതായത് ഈ 2009 എന്ന് പറയുന്ന സമയം ദക്ഷിണ കന്നഡയിലാകെ മതസ്പർദ്ധ കത്തി നിന്ന കാലമായിരുന്നു. ലവ് ജിഹാദ് എന്ന വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ള കാലം. ബാങ്കർ സമുദായാംഗമായ അനിത മൂല്യയെ 2 ദിവസമായി കാണാനില്ല എന്ന പരാതിയുമായിട്ട് അവരുടെ വൃദ്ധരായ മാതാപിതാക്കൾ ബണ്ട്വാൾ പോലീസ് സ്റ്റേഷനിലെത്തുന്നു. ഈ സമയം ദൂരെ ഹസൻ നഗരത്തിലെ ഒരു പൊതു ശൗചാലയത്തിൽ വിവാഹവേഷധാരിയായ ഒരു സ്ത്രീയെ വായിൽ നിന്നും നുരയും പതയും വന്ന രീതിയിൽ മരണപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു. ഫിറ്റ്സ് വന്നതാവാം എന്ന രീതിയിൽ ഒരു അജ്ഞാത മൃതദേഹമായി അത് മറവ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അനിതയുടെ മരണവാർത്ത അറിഞ്ഞ് വിദേശത്തായിരുന്ന അനിതയുടെ സഹോദരൻ മടങ്ങിയെത്തുകയാണ്. അയാളും
അവരുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരിയും കൂടി ബണ്ട്വാൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും അനിത ഒരു മുസ്ലിം യുവാവുമായി ഒളിച്ചോടി എന്ന വാർത്തയാണ് താങ്കൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പോലീസ് അവരെ അറിയിക്കുന്നു. അവർ ഇപ്പോൾ വിവാഹിതരായി ദൂരെ എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. നിങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകൂ എന്നാണ് പോലീസ് അവരോട് പറയുന്നത്. ഈ ഒരു വാർത്ത ആ ഗ്രാമത്തിലാകെ പടരുകയും വലിയ വിവാദമാവുകയും മനസ്പർദ്ധ നിയന്ത്രണാതീതമാവുകയും ചെയ്യുകയാണ്. അനിതയെ കണ്ടെത്തിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കത്തിക്കും എന്നാണ് അക്രമകാരികൾ അല്ലെങ്കിൽ ഈ കലാപകാരികൾ അവിടെ ആക്രോശിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ആ വിഷയം വളരെ സങ്കീർണമാവും. അത് മന്ത്രിസഭാ തലത്തിൽ ചർച്ചയാവുകയും വിഷയത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോർ ഓഫ് ഡിറ്റക്റ്റീവ് നിന്നും SP ചന്ദ്രഗുപ്തയുടെ നേതൃത്വത്തിൽ തന്നെ സർക്കാർ നിയോഗിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ അനിതയുടെ സഹോദരൻ അനിത നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഫോൺ നമ്പർ കണ്ടുപിടിക്കുകയും അത് ശ്രീധർ എന്നൊരാളുടെ നമ്പറാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിന് ഈ ബണ്ട്വാൾ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനും ഇയാളെ സഹായിക്കുന്നുണ്ട്. ശ്രീധർ ഉപയോഗിച്ചിരുന്ന ആ നമ്പർ ട്രേസ് ചെയ്ത് അനിതയുടെ സഹോദരനായ മാധവ് സുഹൃത്തുക്കളുമായി സുള്ളിയയിലുള്ള ശ്രീധരനെ കണ്ടുപിടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ കാരണമറിയാതെ നിലവിളിച്ച അയാൾ ആ ഫോൺ തൻ്റെ സഹോദരി കാവേരിയാണ് ഉപയോഗിച്ചിരുന്നതെന്നും തനിക്ക് ആ ഫോണുമായി അല്ലെങ്കിൽ ആ നമ്പരുമായി യാതൊരു ബന്ധമില്ല എന്നും തൻ്റെ പേരിലാണ് അതെടുത്തിരുന്നത് എന്നുള്ളത് സത്യമായിരുന്നു എന്നും ഇവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇവർ ചെവിക്കൊണ്ടില്ല. അയാളെ ക്രൂരമായി അവർ മർദ്ദിക്കുകയാണ്. ഇതെല്ലാം അവസാനം അയാൾ അവശനായി കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ അവിടെ ഉപേക്ഷിച്ച് മാധവ് അവിടെ നിന്ന് മടങ്ങുന്നു. ശ്രീധർ തന്നെ മർദ്ദിച്ച വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസുകാർക്ക് അത് മാധവ് ആണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ശ്രീധറിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞ പോലീസ് കാവേരി എന്ന യുവതിയെയും കാണാതായിട്ട് കുറച്ചു നാളായി എന്ന് മനസ്സിലാക്കുകയാണ്. കാവേരിയുടെ ഫോൺ നമ്പറിനെ ചുറ്റിപ്പറ്റി സ്പെഷ്യൽ ടീം അന്വേഷണം ആരംഭിച്ചു. ആ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ആണെങ്കിലും അതിലേക്ക് നിരന്തരം വന്ന ഒരു ഫോൺ നമ്പർ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. കാസർഗോഡ് ജോലി ചെയ്തിരുന്ന കാവേരിയെ 2009 ഫെബ്രുവരി മുതൽ കാണാനില്ല എന്നും പോലീസ് മനസ്സിലാക്കുന്നു. ഈ സമയം സൈബർ സെൽ ഒരു വിവരം മനസ്സിലാക്കുകയാണ്. അതായത് അനിത മല്യയുടെ ഫോൺ ഇപ്പോൾ ആക്റ്റീവായിരിക്കുന്നു. മറ്റൊരു സ്ത്രീയുടെ പേരിലുള്ള ഒരു സിം യൂസ് ചെയ്യുന്ന ആ ഫോൺ മംഗലാപുരത്തിനടുത്ത് ബിർളക്കട്ട എന്ന ഗ്രാമത്തിലുണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് അങ്ങോട്ട് യാത്ര തിരിച്ചു. അവിടെ ഫോൺ ഉപയോഗിക്കുന്ന ആളെ കണ്ട പോലീസ് ഞെട്ടിപ്പോയി. കാരണം 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവനെ ചോദ്യം ചെയ്തപ്പോൾ അത് അവൻ്റെ അമ്മയുടെ പേരിലുള്ള സിമ്മാണെന്നും അവൻ പറയുന്നു. എനിക്ക് ഈ ഫോൺ എൻ്റെ അമ്മാവൻ തന്നതാണ് എന്ന്, ഒരു സമ്മാനമായിട്ട് തന്നതാണ് എന്ന് അവൻ പോലീസുകാരോട് പറയുകയാണ്. ബിർളക്കട്ടയിലെ അടുത്തുള്ള കന്യാന എന്ന ഗ്രാമത്തിലാണ് അമ്മാവൻ താമസിക്കുന്നതെന്നും അവൻ പോലീസുകാരോട് പറയുന്നു. പോലീസ് കന്യാനയിലെത്തുകയും കുട്ടിയുടെ അമ്മാവനായ UP സ്കൂൾ അധ്യാപകനായ മോഹൻകുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതാണ്. അനന്തരവിന് ജന്മദിന സമ്മാനം നൽകുന്നതിനാണ് താൻ മറ്റൊരാളിൽ നിന്നും ഈ ഫോൺ വാങ്ങിയതെന്നും അത് ആരിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല സാർ എന്നുമാണ് ഈ സ്കൂൾ അധ്യാപകൻ പോലീസുകാരോട് പറഞ്ഞത്. പോലീസ് മോഹൻകുമാറിൻ്റെ സ്കൂളിലെത്തി അയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണ്. എന്നാൽ അയാൾ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ നിന്ന് മുങ്ങാറുണ്ടായിരുന്നു എന്നാണ് അവർക്ക് ലഭിച്ച വിവരം. അതുപോലെ തന്നെ അറ്റൻഡൻസും മറ്റും പരിശോധിച്ച വേളയിൽ അനിതയെയും കാവേരിയെയും മരണപ്പെട്ട ദിവസങ്ങളിൽ മോഹൻ ആ സ്കൂളിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പോലീസിനെ കണ്ടെത്താനാവുന്നു. ഇത് മനസ്സിലാക്കിയ പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. പോലീസിൻ്റെ പ്രയോഗങ്ങൾ ശരിക്കും ഏറ്റ മോഹന് പിന്നീട് പിടിച്ചിരിക്കാനായില്ല. ഗത്യന്തരമില്ലാതെ അയാൾ പറഞ്ഞ കഥകൾ കേട്ടിട്ട് പോലീസ് വരെ ഞെട്ടിത്തെരിച്ചുപോയി. കർണാടകയിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ ഒരു സീരിയൽ കില്ലിങ്ങിൻ്റെ കഥയായിരുന്നു അത്. ശാന്തനും സൗമ്യനും ഒരു സ്കൂൾ ടീച്ചറും ആയ മോഹൻ ഒരു സൈക്കോപാത്ത് സീരിയൽ കില്ലറാണെന്ന് ആർക്കും വിശ്വസിക്കാൻ തന്നെ ആവുന്നില്ലായിരുന്നു. സ്ത്രീകളുടെ മുന്നിൽ അയാൾ അവിവാഹിതനായ സർക്കാർ ഉദ്യോഗസ്ഥനായി പല പേരിലാണ് സമീപിച്ചിട്ടുള്ളത്. പല പേരുകളും ഉപയോഗിക്കും. അവിവാഹിതരായ അവരെ അവരുടെ രൂപത്തിലും ഭാവത്തിലും സംസാരത്തിൽ നിന്നും മനസ്സിലാക്കി ആ നിലയ്ക്ക് അവരോട് അടുത്തിടപഴകുകയും ചെയ്യും. അനിതാ മൊല്ലിയുടെ അടുത്ത് സുധാകർ കുലാൻ എന്ന പേരിലും സുനന്ദ പൂജാരി എന്ന യുവതിയെ പരിചയപ്പെട്ടത് ശ്രീ ശശിധർ പൂജാരി എന്ന പേരിലുമാണ്. കാവേരിയുടെ അടുത്താകട്ടെ അയാൾ സുധാകർ ആചാര്യായിരുന്നു. പരിചയപ്പെടുന്നവരോട് അടുപ്പം സ്ഥാപിച്ച് അവരുടെ മൊബൈൽ നമ്പർ കൈമാറുകയും പിന്നീട് ബന്ധം വിപുലമാക്കി വിവാഹ എത്തുന്നത് വരെ അയാൾ വളരെയധികം അവരോട് സൗമ്യമായും മധുരതരമായും സംസാരിച്ച് അവരെ വശത്താക്കും. അങ്ങനെ പിന്നീട് ഒളിച്ചോടാൻ തയ്യാറാകുന്നവരെ വിവാഹത്തിലേക്ക് പ്രേരിപ്പിക്കുകയും അങ്ങനെ ഉറ്റവരെയും ഉടയവരെയും എല്ലാം ഉപേക്ഷിച്ച് കയ്യിൽ കിട്ടുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളും സമ്പാദ്യങ്ങളും ഒക്കെ ആയിട്ട് ഈ പാവപ്പെട്ട യുവതികൾ നാളെയുടെ സ്വപ്നവും കണ്ടുകൊണ്ട് ഈ യുവാവിനൊപ്പം ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനായി എല്ലാവരും ഉപേക്ഷിച്ച് കടന്നു വരികയാണ്. അവരറിയുന്നില്ല
ദിവസങ്ങൾക്കുള്ളിൽ അവർ മരണപ്പെടുമെന്ന്. ഇങ്ങനെ ഇയാൾ ഓരോരുത്തരെയും വല വീശി പിടിച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ കണക്കിൽ അത്തരത്തിൽ 36 സ്ത്രീകളുടെ കഥകളാണ് ഉണ്ടാകുന്നത്. മരണപ്പെടുത്ത സ്ത്രീകളുടെ വായിൽ നിന്ന് നുരയും പതയും കാണുന്നതിൽ പലപ്പോഴും അപസ്മാരബാധയെന്നോ അല്ലെങ്കിൽ ആത്മഹത്യയെന്നോ എന്നുള്ള രീതിയിലാണ് ഈ കൊലപാതകങ്ങളെ വിധി എഴുതപ്പെടുക. പല മൃതദേഹങ്ങളും അനാഥപ്രേതമായി തന്നെ സംസ്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. 20 പേരുടെ ഇത്തരത്തിലുള്ള മരണങ്ങളെക്കുറിച്ച് പോലീസിൻ്റെ കണക്കിൽ അവർ കണ്ടെത്തുകയാണ്. ഇപ്രകാരം നടന്നിട്ടുള്ള ഈ ക്രൂരമായ കൃത്യങ്ങളെക്കുറിച്ച് ദൃക്സാക്ഷികൾ ആരുമില്ലാത്ത കൊടും ക്രൂരതകളാണ് നടന്നിട്ടുള്ളത്. അതിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 20 കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അയാൾ നിയമത്തിൻ്റെ പരിധിയിലൂടെ രക്ഷപ്പെടുമെന്ന് പോലീസിന് അറിയാമായിരുന്നു. അത്രയധികം ബുദ്ധിമാനായ ഒരു കുറ്റവാളിയാണല്ലോ അയാൾ. പക്ഷേ ഏത് ബുദ്ധിമാനായ കുറ്റവാളിയായാലും ഒരു തെളിവെങ്കിലും അവശേഷിപ്പിക്കുമല്ലോ. ഈ കേസിലും അങ്ങനെ ഒരു തുമ്പ് പോലീസിന് ലഭിക്കുകയാണ്. കാരണം മോഹൻ്റെ സയനൈഡ് കെണിയിൽ നിന്ന് ആയുസിൻ്റെ ബലത്തിൽ മാത്രം രക്ഷപ്പെട്ട ഒരു ഇരയുണ്ടായിരുന്നു. പരിചയപ്പെട്ട് പ്രണയം നടിച്ച് മടിക്കേരിയിലെ ഒരു ലോഡ്ജിലെത്തിച്ചുപയോഗിച്ച് പതിവ് പോലെ ഗുളികയും നൽകി പൊതു ശൗചാലയത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അയാൾ ആ പാവപ്പെട്ട യുവതിയുടെ പണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുമായി കടന്നു കളഞ്ഞു. പക്ഷേ ഗുളിക വായിൽ വയ്ക്കുവാൻ ശ്രമിക്കുന്നതിനിടെ അത് നാവിൽ നിന്ന് തെറിച്ച് താഴെ വീഴുകയാണ്. കൂടെ യുവതിയും താഴെ ബോധരഹിതയായി വീഴുന്നു. ഓടിക്കൂടിയ ജനങ്ങൾ അവളെ ആശുപത്രിയിൽ എത്തിച്ചു. തലനാരിഴയ്ക്ക് അവൾ രക്ഷപ്പെടുകയും അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് അവളുടെ ബന്ധുക്കളെ തിരികെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. തിരികെ വീട്ടിലെത്തിയ യുവതിയുടെ വിവാഹം ഏകദേശം 3 മാസക്കാലം കഴിഞ്ഞതോടുകൂടി നടക്കുകയും അവൾ വിവാഹിതയാവുകയും സന്തോഷത്തോടെ കഴിയുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. മോഹൻകുമാർ കേസന്വേഷണത്തിനിടെ പോലീസ് ഈ യുവതിയുമായി രഹസ്യമായി ബന്ധപ്പെടുകയും ആ യുവതിയുടെ രഹസ്യമൊഴി മറ്റാരും അറിയാതെ രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതൊരു വലിയ കച്ചിത്തുരുമ്പായിരുന്നു ഈ കേസിൽ. അതൊരു നിർണായക തെളിവായിരുന്നു എന്ന് പറയാം. കൂടാതെ മോഹൻകുമാറിന് സയനൈഡ് നൽകിയിരുന്ന അബ്ദുൾ സലാം എന്ന വ്യാപാരിയെയും പോലീസ് പിടിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ പോലീസ് അയാളെ ഒരു മാപ്പുസാക്ഷിയാക്കുന്നു. അതുകൂടാതെ മറ്റൊരു സാക്ഷിയും കൂടിയുണ്ട്. അതായത് മംഗലാപുരത്ത് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന ഈശ്വർ ഭട്ട്. അനിതാമല്യ എന്ന യുവതിയുടെ മരണത്തിൽ എന്തോ ഒരു മനപ്രയാസം തോന്നിയിരുന്ന മോഹൻ ഈ ക്ഷേത്രത്തിലെത്തുകയും വളരെയധികം പ്രയാസപ്പെട്ട് പൂജാരിയെ നേരിൽ കണ്ട് താൻ ഒരു കൊലപാതകം അറിയാതെ ചെയ്തുവെന്നും അതിനെന്തെങ്കിലും പ്രതികൂലമായ അല്ലെങ്കിൽ ക്രിയകൾ ചെയ്യണമെന്നും ഈ പൂജാരിയോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് പൂജാരി പറഞ്ഞ ഒരു ശേഷക്രിയ ഇതിനനുസരിച്ച് അയാൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പൂജാരിക്ക് ആളെ മനസ്സിലാവുകയും ഇയാളുടെ ഫോട്ടോ കണ്ട് അത് ഈ മോഹൻകുമാർ തന്നെയാണെന്ന് പൂജാരി മൊഴി നൽകുകയും ചെയ്തു. അങ്ങനെ 20 കേസുകളും കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാ കേസുകളിലും അയാൾ തന്നെയായിരുന്നു അയാളുടെ വക്കീൽ. അത്രയ്ക്ക് മിടുക്കനായിരുന്നുവല്ലോ. ഓരോ കേസിനും തെളിവില്ല എന്ന് അയാൾ വാദിച്ചു. എന്നാൽ ഈ മൊഴികൾ മറ്റ് 40ഓളം സാക്ഷികളെയും വിസ്തരിച്ച് പോലീസ് കേസ് സമർത്ഥിക്കുകയാണ്. താൻ ആരെയും കൊന്നിട്ടില്ല എന്നാൽ വാദിച്ചു. കാരണം അയാൾ ഗുളിക കൊടുത്ത് പറഞ്ഞു വിടുകയാണല്ലോ, തള്ളി വിളിക്കുകയാണല്ലോ. ഒരു മരണത്തിൻ്റെയും ദൃക്സാക്ഷിയാവുന്നില്ല ഇയാൾ. അതുകൊണ്ട് താൻ ആരെയും കൊന്നിട്ടില്ല എന്നാൽ വാദിക്കുകയാണ്. പോലീസിൻ്റെ അനാസ്ഥ ഈ കേസിൽ വ്യക്തമാണെന്ന് കോടതിയും പറയുന്നുണ്ട്. പോലീസ് ആദ്യകാലങ്ങളിലൊന്നും ഈ കേസിന് വേണ്ടത്ര ഗൗരവമോ മറ്റോ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ 2013 ഡിസംബർ 21 കോടതി അയാളെ തൂക്കിക്കൊല്ലുവാൻ വിധിക്കുകയാണ്. നിലവിൽ ബലഗാവിലെ ഹിൻഡാഗ ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുകയാണ് ഈ സൈക്കോപാത്ത് സീരിയൽ കില്ലർ മിസ്റ്റർ സയനൈഡ് മോഹൻകുമാർ.